അത് തന്നെയാ ഞാനും പറയുന്നത്. വൈ താഴെ വൈ. എന്റെ പട്ടി ആരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആരും തൊടുന്നത് ഇഷ്ടമല്ല? ആരും തൊടുന്നത് ഇഷ്ടമല്ല. ഞാൻ തൊടുന്നത് ഇഷ്ടമല്ല? അല്ല. അപ്പൊ എന്നെക്കാൾ ഇഷ്ടപ്പെട്ടിയാണോ? അതെ. കൂടി വന്നിരിക്കും. ഞാൻ പിന്നീടുണ്ടോളാം. അതെന്താ എൽസ ഈടെ എന്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നില്ല? നമ്മുടെ മദ്വിതമൊക്കെ കഴിഞ്ഞില്ലേ? മരണം വരെ കഴിയില്ല. അകത്ത് ചെന്ന് ചോറ് വിളമ്പിക്കൊണ്ടുപോവാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഞാൻ പിന്നീടുണ്ടോളാം. അത് പറ്റില്ല, ഞാൻ തന്നെ പോയിക്കൊണ്ടുവരാം. അപ്പൊ ഇടുന്നേ. നമ്മൾ തമ്മിൽ എന്തിനാ ഒളിവുമരം? ചെലവ് ചുരുക്കം. I'm sorry. ശ്വാസം വിടൂ, വലിച്ചു വിടൂ. പിത്തത്തിന്റെ ലക്ഷണമുണ്ട്. ശ്വാസം വിടുമ്പോ കുഴപ്പം വല്ലതും ഉണ്ടോ? നമുക്കൊരു 10-20 ഇഞ്ചക്ഷൻ അടിച്ചളയാം. മാന്തല്ലേ, മാമനെ മാന്തല്ലേ, ഡോക്ടർ മാമനെ മാന്തല്ലേ. ആ കസേരയിൽ വെക്കൂ. അതിന് ഞാനൊന്ന് കൊണ്ടുവിട്ടില്ലല്ലോ ഡോക്ടർ. പട്ടി പറയരുത്. നിങ്ങളെയല്ല, പട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ കസേര വെക്കാൻ പറഞ്ഞതാണ്. അതിനെനിക്ക് പട്ടിയില്ല. പട്ടിയുള്ള ഒരാളെ പറ്റി പറയാനാണ് ഞാൻ വന്നത്. മർഡർ ആർത്തർ, അതായത് കൊലപാതകമാണോ മോശമാണോ? രണ്ടുമല്ല. എനിക്ക് ഡോക്ടറുടെ ഒരു സഹായം വേണം. Are you sure that you have come to the right place? You shut up your. ഒരു പെണ്ണിനെ അവളുടെ ബോയ് ഫ്രണ്ടിനേക്കാൾ, അതായത് കാമുകനേക്കാൾ സ്നേഹം അവളുടെ പട്ടിയോടാണ്. എന്താണ് അതിന്റെ മനഃശാസ്ത്രം? ഞാൻ കോംപ്രമൈസിന് തയ്യാറാണ്. അവക്ക് എന്നെയും പട്ടിയെയും തുല്യമായി സ്നേഹിച്ചുകൂടെ? ഇത് നിന്റെ കാര്യമല്ല, ജാനറ്റിന്റെയും പെഗ്ഗിയുടെയും ഫ്രെഡറിക് മാർച്ചിന്റെയും കാര്യമാണ്. ഒരു പട്ടി മതിയല്ലോ എന്ന് വിചാരിച്ചു കാണും. എന്ത് പറഞ്ഞു? ദേഷ്യപ്പെടരുത്. ഒരു പട്ടി മതിയല്ലോ എന്ന് വെച്ചാൽ ഒരു പട്ടി മതിയല്ലോ എന്നർത്ഥം. ഡോക്ടർ, എന്റെ ജാനറ്റിന്റെ പ്രേമം തിരിച്ചു കിട്ടാൻ എന്താണെന്ന് മാർഗമെന്നൊന്ന് പറയൂ. ആലോചിക്കേണ്ട കാര്യമാണ്. എനിക്ക് സ്വല്പം സമയം വേണം. ആ പട്ടി ഇവിടം വരെ ഒന്ന് കൊണ്ടുവരാമോ? എനിക്കൊന്ന് പരിശോധിക്കണം. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഇതിന് പട്ടിയെ പരിശോധിച്ച് എന്താ കാര്യം? പ്രോബ്ലം പട്ടിയുടേതല്ല, ജാനറ്റിൻ്റെതാ. ആ കറക്റ്റ്. ചിലപ്പോ നീ ബുദ്ധിപൂർവ്വം സംസാരിക്കാറുണ്ട്. ഡോക്ടർ, ഇക്കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കണം. വായിക്കണം. സഹായം. ഞാൻ ആരെയും സഹായിക്കുന്നവനാണ്. ചോദിച്ചു നോക്കണം. അതെ, സഹായം. യു കൻ ബിലീവ് മീ. ഗോ.